ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൺ. നമുക്കിന്നിവിടെ ഒരു സലാഡ് ഉണ്ടാക്കാം. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഉള്ളൊരു സലാഡാണ് ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി എന്തൊക്കെ എടുത്ത് വെച്ചേക്കെന്ന് നോക്കാം. ഇതൊരു കുക്കുംബറാണ്. ഒരു കുക്കുംബർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അവക്കാഡോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു അവക്കാഡോയുടെ ഹാഫാണ്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ ഒരെണ്ണം ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് ബോയിൽ ചെയ്തതാണ്. ഇതും ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആയവർക്കാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ അവോയ്ഡ് ചെയ്യാം. നമുക്ക് വേറെ ഏതൊക്കെ വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ബീറ്റ്റൂട്ട് ആഡ് ചെയ്യാം. അങ്ങനെ എന്തൊക്കെ വെജിറ്റബിൾ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ട് അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ സലാഡ് പ്രിപ്പയർ ചെയ്യാം. ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് കുറച്ച് കോണാണ്. ഇത് ഞാൻ ഒരു 1/4 സ്പൂൺ ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്തെടുത്ത കോണാണിത്. അപ്പം ബട്ടർ കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഈ കോൺ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് ലെറ്റ്യൂസ് ആണ്. അതും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മയോനൈസാണിത്. നമുക്ക് ഹോം മെയ്ഡ് മയോനൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഹോം മെയ്ഡ് മയോനൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് മയോനൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം മയോനൈസ് ഇഷ്ടമില്ലാത്തവർക്ക് മയോനൈസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ച് മയോനൈസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഞാൻ കുറച്ച് ഒറിഗാനോ ഇടുന്നുണ്ട്. ഒറിഗാനോ ഇടാൻ ഇത് ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കുറച്ച് ചെറുതാണ്, നമുക്ക് സ്പൂൺ മാറ്റിയെടുക്കാം. ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി, ഒരു നുള്ള് ഉപ്പ്. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് ഒരു നേരം ചോറ് ചപ്പാത്തിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടൊരു സാലഡ് ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വെയിറ്റ് ലോസിന് നല്ലൊരു ടിപ്പാണിത്. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനകത്തിനി നിലക്കടല വറുത്തത് പൊടിച്ചതും ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് റോസ്റ്റ് ചെയ്ത നിലക്കടല മുഴുവനോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ സാലഡിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ ഈ ചേർത്ത വെജിറ്റബിൾ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. ബീറ്റ്റൂട്ട്, ടൊമാറ്റോ ഇഷ്ടമുള്ളവർക്ക് ടൊമാറ്റോ ചേർക്കാം. അങ്ങനെ എല്ലാ വെജിറ്റബിളും റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന എല്ലാ വെജിറ്റബിളും നമുക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ സലാഡ് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സലാഡ് ഇഷ്ടമായവരൊക്കെ ഇതുപോലെ തയ്യാറാക്കി നോക്കണം. പിന്നെ നമുക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. എനിക്ക് നിങ്ങളെ എൻ്റെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. അപ്പം വീണ്ടും നമുക്കിതുപോലെ സിമ്പിൾ റെസിപ്പിയുമായി മിയാനി കിച്ചണിൽ കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദ വീഡിയോ.